ഈ സംവിധായകന്റെ ഒരു രീതികളുണ്ട്. അയാള് പിന്നെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം, എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും, പൊട്ട് വെക്കണോ പൊട്ട് വെച്ചോളൂ, പിന്നെ എല്ലാ സ്വാതന്ത്ര്യം, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും, ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത്. ഇല്ല അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് പിന്നെ അത് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ്. പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും. നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും, നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ പ്രതികരിച്ചു. ഞാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത, അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ, മീഡിയ ഇല്ലാത്ത കാലമാണ്. മാസികകളാണ് വരുന്നത്, നാന പോലെയുള്ള മാസികകൾ അന്നത് എഴുതി വന്നതാണ്. പവർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഈ പിന്നെ എന്താ പറയുക, ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവസരത്തിന് വേണ്ടിയിട്ട് ബെഡ് ഷെയർ ചെയ്യണം, ആ രീതിയിലല്ലാതെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പ്രതികരിച്ചതിന്റെ പേരിൽ ഇത്തരം പവർ ഗ്രൂപ്പ് ഉണ്ടാവാം. ഇപ്പം എനിക്കത് തോന്നുന്നു. അവരുടെ ഒരു ബാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയില്ല ഇവർ മുൻകൂട്ടി തീരുമാനിച്ച് ഇത്ര ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ കുറേ കാലം സിനിമകളൊന്നും ഇല്ലാതെ പോയതൊക്കെ. ഇപ്പോഴല്ല മനസ്സിലാവുന്നത്, കുറച്ച് നാളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്തതാണ്. എൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. അന്നും നമ്മൾ ആരോടാ പരാതി പറയുക? ഇന്നത്തെ പോലെ നിയമങ്ങളില്ല, പറയാൻ ആൾക്കാരില്ല. അമ്മ ഗ്രൂപ്പ് വേണ്ടത്ര ഒരു സുരക്ഷ സ്ത്രീകൾക്ക് നൽകുന്നില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. ശരിയാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചില വ്യക്തികളാണ് നടത്തുന്നത്. അമ്മ സംഘടനയല്ല. സംഘടനയിലുള്ളവരുണ്ടാവാം കേട്ടോ, എന്ന് വെച്ചാൽ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ കൂടുന്ന ഒരു സംഘടനയുണ്ടല്ലോ, ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അവരിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഉണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പടങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, ആ സംവിധായകൻ മൂലമൊന്നും എനിക്ക്, പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പരാതി പറയേണ്ട ആൾക്കാർ തന്നെ നമ്മൾ ആളാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് ആരോടും പരാതി പറയാനുള്ളൊരു അവസരം വന്നില്ല, ആരും കേൾക്കാനുമില്ല. വിട്ടുനിന്നതല്ല, നമ്മളെ വിളിക്കാത്തതാണ്. വിട്ടുനിന്നെന്ന് പറയുമ്പോൾ എന്റെ ഉമ്മയ്ക്ക് സുഖമില്ലാന്ന് കുറച്ച് നാൾ ഞാനായിട്ട് മാറി നിന്നെങ്കിലും അതിനു മുൻപ് ഞാൻ നല്ല തിരക്കുള്ള സമയത്താണ് എനിക്ക് പടങ്ങൾ കുറയുന്നത്. ആയിരിക്കും, ആണ്. ഞാൻ പ്രതികരിച്ചതിന്റെ പേരിൽ തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് ഹൗസ് അങ്ങനതല്ല. അത് മാത്രമല്ലല്ലോ, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്ക് അതൊന്നും ഇഷ്ടമല്ലല്ലോ. നമ്മൾ പ്രതികരിക്കുന്ന, നമ്മൾ പറയുന്നത് ഒന്നും അവർക്കാർക്കും ഇഷ്ടമല്ല. അപ്പൊ അവരെ ഒരു തീരുമാനം എടുക്കും. അതേക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. സാരില്ല, നടന്മാരൊന്നും നമ്മളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രതികരിക്കുന്ന ആളായതുകൊണ്ടാവാം. പക്ഷെ എൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മോശമായിട്ട് അവരോട് പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംവിധായകർ അവസരം കൊടുത്ത്, ഹോട്ടലിൽ വന്ന് താമസിച്ചതിന് ശേഷം ഇത്തരം ആവശ്യങ്ങൾ പുള്ളി ആവശ്യപ്പെട്ടത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് നടത്തി കൊടുത്തില്ലെങ്കിൽ അവരെ പിറ്റേ ദിവസം പറഞ്ഞു വിടുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്രയും വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. സർക്കാരിനോട് ഞാൻ നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, സാധാരണഗതിയിൽ ഇത് കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് മുങ്ങിപ്പോവുകയാണ് പതിവ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ദയവായിട്ട് ഇതിനകത്ത് നിയമത്തിന്റെ മുന്നിൽ ഇവരെ കൊണ്ടുവന്ന് അവർക്ക് അതൊരു മാതൃകയായിരിക്കണം. ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ ഇതൊരു തൊഴിലിടമല്ലേ, നമുക്ക് സുരക്ഷ വേണം, തൊഴിലിടം വേണം. നമുക്ക് വേറെ വരുമാന മാർഗങ്ങളില്ലാത്ത, ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ഇത് ഒരു പാഷനായിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് അവിടെ സുരക്ഷമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ദയവായി ചെയ്യണം. ഇവരെ വെറുതെ വിടരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.